ഹായ് ഫ്രണ്ട്സ്, വൃത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. 8 വെണ്ടയ്ക്ക ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനാവശ്യമായ എണ്ണ. വെണ്ടയ്ക്ക നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ്. അതിനകത്ത് നമുക്ക് ആവശ്യമായ മുളക് പൊടി ഇടാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. ടേബിൾ സ്പൂൺ, കുറച്ചും കൂടി വേണം. 2 ടേബിൾ സ്പൂൺ ഇപ്പോഴേ 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടു. അതിനുശേഷം അതിനാവശ്യമായ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. നല്ലതുപോലെ നമുക്ക് പുരട്ടിയെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ലതുപോലെ യോജിപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ മീൻ പൊരിക്കാൻ നമ്മൾ അരപ്പ് പുരട്ടുന്നത് എങ്ങനെ അതേപോലെ പുരട്ടി എടുക്കണം. മുളക് പൊടിയും ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനാണ്. എരിവ് വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇടാം. ഉപ്പും എല്ലാം കൂടെ കൂട്ടി നല്ലതുപോലെ യോജിപ്പിക്കുക. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അടപ്പ് കൊണ്ടതങ്ങ് മൂടി വയ്ക്കാം. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് തിരിച്ചിടാം. ഈ പൊരിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം.